നമസ്തേ. കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിലെ ഭോജനശാലയിൽ ബീഫ് വിളമ്പി പേക്കൂത്ത് നടത്തിയ മുസ്ലിം യുവാവ് റിമാൻഡിൽ. നടപടി ഹിന്ദു വിശ്വാസ് വാർത്തയെ തുടർന്ന്. വടകര സ്വദേശിയായ മുഹമ്മദ് റാഫിയാണ് പിടിയിലായിരിക്കുന്നത്. ഡിസംബർ 26-ന് ക്ഷേത്രത്തിലെ മലബാർ ദേവസ്വം ബോർഡ് ജീവനക്കാരുടെ കൺമുൻപിൽ വച്ച് നടന്ന ഈ ഹീനപ്രവൃത്തിയിൽ ആരും തന്നെ അന്ന് ഇടപെട്ടിരുന്നില്ല. എന്നാൽ ഞങ്ങൾക്ക് ഈ വിവരം ലഭിച്ചതിനനുസരിച്ച് ഞങ്ങളത് വാർത്തയാക്കുകയും തുടർന്ന് പോലീസ് വിഷയത്തിൽ ഇടപെട്ട പ്രതിയെ പിടികൂടുകയുമായിരുന്നു. ബൈജു കാടാമ്പുഴ എന്ന കാടാമ്പുഴ സ്വദേശിയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇത്തരത്തിൽ ഒരു വിവരം ലഭിച്ചത്. ഡിസംബർ 26-ാം തീയതി കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ ഒരു ബീഫായിട്ട് വിഷയത്തിൽ മുഹമ്മദ് റാഫി എന്ന് പറയുന്ന ഒരു മുസ്ലിം യുവാവിനെ, വടകര സ്വദേശിയായിട്ടുള്ള മുസ്ലിം യുവാവിനെ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അതിനെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ പല വാർത്താ മാധ്യമങ്ങളിലൂടെയും ഓൺലൈൻ ചാനലിലൂടെയും ഒക്കെ നമ്മൾ അറിയാനിടയായിട്ടുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ് എന്നുള്ളൊരു സന്തോഷ വാർത്തയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, കാരണം ഈ ഒരു പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ഒരു സന്മനസ് അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരോ ദേവസ്വം ബോർഡ് അധികൃതരോ അല്ലെങ്കിൽ അവിടുത്തെ എക്സിക്യൂട്ടീവ് ഓഫീസറോ തയ്യാറായിട്ടില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ കാടാമ്പുഴ പോലീസ് സ്റ്റേഷൻ ഇദ്ദേഹത്തിനെ പിടികൂടേണ്ട യാതൊരുവിധ കാര്യം ഇല്ലായിരുന്നു എന്നല്ല ഞാൻ പറയുന്നത്. എന്താ വെച്ചാൽ ഇദ്ദേഹത്തിനെ ശരിക്കും പിടിച്ചു കെട്ടിയിട്ട് അദ്ദേഹത്തിനെ കാടാമ്പുഴ പോലീസിൽ എത്തിക്കാനുള്ള അവസരം അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സമയവും ഉണ്ടായിരുന്നു. പക്ഷെ നേരെ മറിച്ച് അദ്ദേഹത്തിനെ പുറത്തേക്കുള്ള വഴി ഒരുക്കി കൊടുക്കുകയാണ് അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും അതേപോലെ തന്നെ കാടാമ്പുഴ മലബാർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരും ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് അപലപനീയം തന്നെയാണ്, പ്രതികരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ്. ഇനി ഒരിക്കലും അങ്ങനെ ഉണ്ടാവാനും പാടില്ല. ഒരു ദയവായിട്ട് നമ്മളൊരു അപേക്ഷയാണത്. ഒരു ഹൈന്ദവൻ എന്നുള്ള രീതിയിൽ, കാടാമ്പുഴ ഭഗവതിയുടെ ഭക്തൻ എന്നുള്ള രീതിയിൽ നമ്മളതിനെ പ്രതികരിക്കാതിരിക്കാൻ തരയില്ല. പിന്നെ അതേപോലെ തന്നെ ഇവിടുത്തെ വാർത്താ മാധ്യമങ്ങൾ അന്ന് ഈ പ്രതി അവിടെ ഈ ബീഫ് വിളമ്പി എന്ന് പറയുന്ന അന്ന് തന്നെ ഉള്ള വാർത്താ മാധ്യമങ്ങളിൽ നമ്മൾ വിളിച്ചു ചോദിച്ചു ഈ ഒരു ന്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ അവരാരും തയ്യാറായിട്ടില്ല എന്താ സംഭവം എന്നുള്ളത്. പക്ഷെ അവരൊന്ന് വന്നിട്ട് അതിനെക്കുറിച്ചുള്ളൊരു കവറേജ് പോലും എടുക്കാൻ അവർ തയ്യാറായിട്ടില്ല. സംഭവം അവിടെ നടന്നു എന്നുള്ള വ്യക്തമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അറിയാം, അതേപോലെ തന്നെ കാടാമ്പുഴ ദേവസ്വം ബോർഡിലെ മറ്റുള്ള ജീവനക്കാർക്കും അറിയാം. പക്ഷേ അവർ ആരും വന്നിട്ടില്ല. പക്ഷേ ഹിന്ദു വിശ്വാസ് എന്ന് പറയുന്ന ന്യൂസ് ഓൺലൈൻ ചാനൽ അത് ഒരു ന്യൂസിലൂടെ അവരൊരു കുറച്ച് സമയം അതിൻ്റെ പിച്ച് കൊടുക്കുകയും അതേപോലെ തന്നെ അത് പുറം ലോകം അറിയാനിടയായി. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ ഇത്തരം ഹൈന്ദവനെതിരെയായിട്ടുള്ള ഇത്തരം അക്രമങ്ങൾ കൊടുക്കുന്ന എല്ലാ വാർത്താ മാധ്യമങ്ങളും പ്രശസ്തനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ ഇനിയും ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവരത് തീർച്ചയായിട്ടും കൊടുക്കണം. കാരണം ഹൈന്ദവ സമൂഹം ഇത്തരം കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്, പ്രതികരിക്കേണ്ടതായിട്ടുണ്ട്. ഈ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രം എന്ന് പറയുന്നത് കാടാമ്പുഴ ദേശത്തെ മാത്രം ക്ഷേത്രമല്ല, ഹിന്ദു വിശ്വാസികളുടെ ക്ഷേത്രമാണ്, സനാതന ധർമ്മ വിശ്വാസികളുടെ ക്ഷേത്രമാണ്. അതുകൊണ്ട് തന്നെ കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ വരുന്ന ഭക്തരെന്ന് പറഞ്ഞാൽ കാടാമ്പുഴ ദേശത്തെ മാത്രം ഭക്തരല്ല, അതും കൂടെ മനസ്സിലാക്കുക. കേരളത്തിൽ നിന്നും കേരളത്തിന് പുറത്തു നിന്നും കർണാടക, ആന്ധ്ര, തമിഴ്നാട് എന്നീ പ്രദേശങ്ങളിൽ നിന്നൊക്കെ തന്നെ അവിടെ ഭക്തർ എത്തുന്നുണ്ട്, കാടാമ്പുഴ ഭഗവതി ക്ഷേത്രത്തിൽ എത്തുന്നുണ്ട്. നല്ല വരുമാനമുള്ള ക്ഷേത്രമാണ്. പക്ഷേ എന്നിട്ട് പോലും ഇത്തരത്തിലുള്ള അനാസ്ഥത അവിടെ ചൂണ്ടിക്കാണിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരം ചൂണ്ടിക്കാണിക്കാൻ ഒരു വാർത്താ മാധ്യമത്തിന് കഴിയുന്നില്ലെങ്കിൽ അതൊരു വലിയൊരു തെറ്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ഇനി അങ്ങനെയുള്ള ഒരു നടപടികൾ ഉണ്ടാവില്ല എന്നുള്ളതിന് വിശ്വാസം. ഈ ഒരു വാർത്ത കൊടുത്തുള്ള ഹിന്ദു വിശ്വാസ് ഓൺലൈൻ ചാനലിന് പ്രത്യേകം നന്ദി പറയുകയാണ്. ഇതിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ അടക്കമുള്ളവരുടെ പങ്ക് വ്യക്തമാക്കണം എന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് ആവശ്യപ്പെട്ടിരുന്നു. കാടാമ്പുഴ ക്ഷേത്രത്തിൽ എന്നും ഉച്ചയ്ക്ക് ഭക്തർക്ക് അന്നദാനം നൽകുന്ന പതിവ് ഉള്ളതാണ്. രാവിലെ പ്രഭാത ഭക്ഷണവും ഉള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അന്നദാനം കഴിക്കാൻ എന്ന വ്യാജേന ദുഷ്ടലാക്കോടുകൂടി വന്ന മുസ്ലിം മതക്കാരൻ പുറത്തുനിന്ന് ബീഫ് പാഴ്സലായി കൊണ്ടുവന്ന് അവിടെ കൊടുക്കുന്ന അന്നദാനത്തിന്റെ കൂടെ ഇരുന്ന് വിളമ്പി കഴിക്കുകയായിരുന്നു. ഇത് കണ്ട ആളുകൾ ചെറിയ രീതിയിൽ പ്രതികരിച്ചപ്പോൾ അവിടുത്തെ ടേബിളിൽ ആ കറി മുഴുവനും ഒഴിച്ച് അവിടെ ആകെ അശുദ്ധമാക്കുകയാണ് അയാൾ ചെയ്തത്. എന്നാൽ ഇത് കണ്ടുനിന്ന സെക്യൂരിറ്റിക്കാരും ഭക്ഷണം വിളമ്പുന്നവരും അടക്കം പ്രതികരണങ്ങൾ ശക്തമാക്കിയില്ല എന്നതാണ് എടുത്തു പറയേണ്ടത്. പിന്നീട് അതറിഞ്ഞ മലബാർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർക്കെങ്കിലും അവനെ ഒന്ന് കൈകാര്യം ചെയ്ത പോലീസിൽ ഏൽപ്പിക്കാമായിരുന്നു. എന്നാൽ അതും ഉണ്ടായില്ല. പകരം അയാളെ ക്ഷേത്രവളപ്പിന് പുറത്തേക്ക് പോകാൻ സൗകര്യമൊരുക്കി കൊടുക്കുകയാണ് ഇവരൊക്കെ ചെയ്തത്. ഇത്തരം വലിയ കാടാമ്പുഴ പോലുള്ളൊരു ക്ഷേത്രത്തിൽ ഇത് സംഭവിച്ചത് അതിന് പിന്നിലെ ദുരൂഹത എന്താണെന്ന് വ്യക്തമാക്കണമെന്ന് വിശ്വ ഹിന്ദു പരിഷത്ത് അന്ന് ആവശ്യപ്പെട്ടിരുന്നു. ഇവന്റെയൊക്കെ പിറകിൽ ഏതെങ്കിലും ദുഷ്ടശക്തികൾ കാണും എന്നത് വളരെ ഉറപ്പാണ്. കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെങ്കിൽ
അമ്പലത്തിലുള്ളവരുടെ ഒത്താശയോടുകൂടി തന്നെ ഇവന്മാരൊക്കെ എത്ര വട്ടം ഇതുപോലുള്ള ക്ഷേത്രങ്ങളിലൊക്കെ അശുദ്ധമാക്കിയിട്ടുണ്ടാകും. പറയേണ്ടത് ഇത് ചെയ്തവനെയൊന്നുമല്ല, ഇത്രയോ വലിയ ഒരു ഹീനമായ പ്രവൃത്തി നടന്നിട്ടും അതിനെ ചോദ്യം ചെയ്യാതെ നോക്കി നിന്ന മൗനസമ്മതം മൂളിയ ദേവസ്വം ബോർഡിലെ ഏമാന്മാരെ തന്നെയാണ്. ഇത് ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് മറ്റേതെങ്കിലും ഒരു മുസ്ലിം പള്ളികളിലായിരുന്നു എങ്കിൽ ഏതെങ്കിലും ഒരു മുസ്ലിം പള്ളികളിൽ ഹിന്ദുക്കൾ വന്ന് പോർക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ അതിന്റെ അവശിഷ്ടമൊക്കെ അവിടെ ഇട്ടിട്ട് പോകുകയോ ചെയ്തിരുന്നുവെങ്കിൽ എന്തായിരിക്കും ഈ കേരളത്തിൽ സംഭവിക്കുക? കേരളം ആളിക്കത്തുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. അപ്പോൾ ഇവർ എന്തിനാണ് ഇങ്ങനെ ഹിന്ദുക്കളെ മാത്രം ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്? ഇത്തരത്തിലുള്ള പേക്കൂത്ത് എന്തായാലും ഒരു ക്ഷേത്രങ്ങളിലും അനുവദിച്ചുകൂടാ. ആ ചെയ്തവനെ കസ്റ്റഡിയിലെടുത്തു, എന്നാൽ അത് മാത്രം പോരാ, അവനെയൊക്കെ മാതൃകാപരമായി ശിക്ഷിക്കുക തന്നെയാണ് വേണ്ടത്.